നമസ്കാരം. സിതേഷ് സി ഗോവിന്ദാണ്. കന്നഡയിലെ ചില കൾട്ട് ക്ലാസിക് സിനിമകളെ കുറിച്ച് ആണ് ഇന്നത്തെ ഈ വീഡിയോ. അതിൽ ആദ്യത്തെ സിനിമ തന്നെ 1995 1995 ഓം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആ ഒരു സിനിമയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിയുള്ള സിനിമകളെ കുറിച്ചും കൂടെ സംസാരിക്കാം. അപ്പോൾ ഈ ഓം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഉപേന്ദ്ര എന്ന് പറയുന്ന ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറാണ്. ഇപ്പോൾ പുള്ളി സൂപ്പർ സ്റ്റാറും പ്ലസ് ഡയറക്ടറും ആയിട്ടുള്ള ഉപേന്ദ്രയാണ് ഈ സിനിമ 1995 ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ശിവരാജ് കുമാറാണ്. ശിവരാജ് കുമാറും പ്രേമ എന്ന് പറയുന്ന ഹീറോയിനുമാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ 95 വളരെ ഡിഫറെൻ്റ് ആയിട്ട് കഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. ബാംഗ്ലൂരിൻ്റെ അണ്ടർ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ സിനിമയുടെ ഉള്ളത്. ത്രില്ലിംഗ് ആയിട്ട് കഥ പറയുന്ന ഒരു രീതി ഉള്ള സിനിമ കൂടിയാണ്. അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ 550 പ്രാവശ്യം 550 ടൈംസ് അത്രയും സമയം ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് കർണാടകയിലും ആയിട്ട്. കർണാടകയിൽ തന്നെ ബാംഗ്ലൂരിൽ ആ സിനിമ ഒരു 30 പ്രാവശ്യം 30 ടൈംസ് അത് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു 60 lakhs ചെയ്ത സിനിമ ആയിട്ട് പോലും ഇപ്പോൾ 2015 2015 ഈ സിനിമ സൺ നെറ്റ്വർക്ക് മേടിച്ചിട്ടുള്ളത് 10 കോടിക്കാണ്. അപ്പോൾ അത്രയും നോക്കുമ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു പോപ്പുലാരിറ്റി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഉപേന്ദ്രയാണ്. ഉപേന്ദ്രയുടെ ആദ്യത്തെ സിനിമയായിരുന്നു. അതേപോലെ തന്നെ ഹീറോ ആയിട്ടുള്ള ശിവരാജ് കുമാറിൻ്റെയും ആദ്യത്തെ സിനിമയാണ്. ശിവരാജ് കുമാർ കന്നഡ സിനിമയിലെ രാജ്കുമാർ എന്ന് പറയുന്ന പഴയകാല സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ കൂടിയാണ് ശിവരാജ് കുമാർ. അപ്പോൾ അവരുടെ ഫാമിലി പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു സിനിമ. പിന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമ പല സമയങ്ങളിലായിട്ട് ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. റീമേക്ക് ചെയ്തത് ഒന്ന് തെലുങ്കിലാണ്. തെലുങ്കിൽ ഓംകാര എന്ന് പറഞ്ഞിട്ടാണ് 2 വർഷം കഴിഞ്ഞ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റീമേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതേ സെയിം ഡയറക്ടറായിട്ടുള്ള ഉപേന്ദ്ര തന്നെയാണ്. പിന്നെ ഹംസലേഖ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ് 2 സിനിമയുടെയും മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് വളരെ പ്രത്യേകതയുള്ള ഒരു മ്യൂസിക് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് വളരെ ഇമ്പാക്റ്റ് ഉള്ള ഒരു മ്യൂസിക് തന്നെയാണ്. ഇപ്പോഴും നമുക്കത് വളരെ നന്നായിട്ട് തോന്നുന്ന ഒരു മ്യൂസിക്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. കമ്പയർ ടു അതർ ആ സമയത്തെ കന്നഡ സിനിമകളോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജുള്ള സിനിമകളോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഹിന്ദിയിൽ അൺഒഫീഷ്യലായിട്ട് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് അർജുൻ പട്യാല അങ്ങനെ ആണെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ ആ സിനിമ അങ്ങനെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഒഫീഷ്യലായിട്ടുള്ള ഒരു വേർഷനാണ് അത്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് തോന്നിയതാണോ എവിടെയൊന്നും വായിച്ചിട്ട് കണ്ടിട്ടില്ല. ഞാൻ പറയാൻ പോകുന്നത് ആര്യൻ എന്ന് പറയുന്ന 1988 അതായത് 1988 പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത മോഹൻലാൽ ആക്ട് ചെയ്തിട്ടുള്ള ആര്യൻ എന്ന മലയാള സിനിമയായിട്ട് ചെറിയൊരു സാധ്യതയും ഇതിനുണ്ട്. അതായത് ഈ മലയാള സിനിമ ആയിരിക്കും 88 മലയാള സിനിമ വരുന്നത്. ഈ സിനിമ വരുന്നത് 95. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പലത്തിലെ പൂജാരിയുടെ മകൻ ഒരു അണ്ടർ വേൾഡിലോട്ട് കണക്ട് ആവുന്ന കഥയാണ്. ഇതേ കഥ തന്നെയാണല്ലോ ആര്യൻ എന്ന് പറയുന്ന സിനിമയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നി. പിന്നെ വേറൊരു സിമിലാരിറ്റി എന്ന് പറയുന്ന സിമിലാരിറ്റി അല്ല, ഒരു ഇത് വരുന്നുണ്ട്. പ്ലോട്ടിൽ ചെറിയൊരു കണക്ഷൻ വരുന്നത് സത്യ എന്ന് പറയുന്ന രാം ഗോപാൽ വർമ്മയുടെ സിനിമയായിട്ടാണ് ഈ സിനിമയ്ക്ക് ഒരു കണക്ഷൻ വരുന്നത്. ആ കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓം സിനിമയിലെ ശിവരാജ് കുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സത്യ എന്നാണ്. ആ ക്യാരക്ടറിൻ്റെ സത്യ എന്ന പേരിൽ തന്നെയാണ് ആ സിനിമ രാം ഗോപാൽ വർമ്മയുടെ ഡെബ്യൂട്ട് സിനിമയായിട്ടുള്ള സത്യ വന്നിട്ടുള്ളത്. കൂടാതെ ഈ സിനിമ 1995-96 കാലത്തെ കർണാടക സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയാണ്. ഇതിൻ്റെ ആക്ട്രസ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ ആൻഡ് സിനിമാറ്റോഗ്രാഫി ഇത്രയും കാറ്റഗറിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ 43ാമത് ഫിലിം ഫെയർ അവാർഡ് ഈ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ സിനിമ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു കന്നഡ സിനിമയാണ്. പഴയ സിനിമയാണ്, പക്ഷെ തീർച്ചയായിട്ടും അത് ഇപ്പോഴും ഒരു എന്റർടൈനർ സിനിമ തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് കാണാവുന്ന ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റർ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ട്രിബ്യൂട്ട് പോസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ പുതിയ കന്നഡ സിനിമയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.